ദിവസങ്ങളായി തുടരുന്ന മഴയ്ക്ക് ഇന്ന് അല്പം ആശ്വാസമുണ്ടെങ്കിലും വെള്ളപ്പൊക്കം ജില്ലയെ ആകെ ഉലച്ചിരിക്കുകയാണ്. ജില്ലയുടെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. പല ഭാഗത്തും ഗതാഗതം നിരോധിച്ചു. കോട്ടയം കുമരകം ചേർത്തല റോഡിൽ ഗതാഗതം നിലച്ചു. നഗരഹൃദയത്തിലെ നാഗമ്പടം കുര്യൻ ഉതുപ്പ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. നാഗമ്പടം കവലയിലും വെള്ളക്കെട്ട് ഉയർന്നു. കുര്യൻ ഉതുപ്പ് റോഡിൽ ഗതാഗതം തടഞ്ഞതുകൊണ്ട് MC റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. സംക്രാന്തി മുതൽ നഗരപരിധിക്കപ്പുറം വരെ റോഡ് ബ്ലോക്കാണ്. ഉൾഭാഗങ്ങളിൽ വെള്ളം പൊങ്ങിയതുമൂലം വാഹനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകാനാവാത്തതുകൊണ്ട് ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും MC റോഡിന്റെ ഇരുവശത്തും പാർക്ക് ചെയ്തിരിക്കുന്നത് ഗതാഗതക്കുരുക്ക് ഇരട്ടിയാക്കി. കോട്ടയം ഏറ്റുമാനൂർ നഗരസഭാ പ്രദേശങ്ങൾ ആർപ്പുക്കര, ഐമനം, തിരുവാർപ്പ്, കുമരകം, നാട്ടകം, പുതുപ്പള്ളി, അയർക്കുന്നം, അതിരമ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം അതിരൂക്ഷമായി. ജില്ലയിൽ 141 ക്യാമ്പുകൾ തുറന്നു. 6848 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. സ്ഥിതി രൂക്ഷമെന്നും ദുരിതം വർദ്ധിച്ചുവെന്നും ജനങ്ങൾ പറഞ്ഞു. എല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുകയല്ലേ എല്ലാവരും. വീടെല്ലാം ഭയങ്കര വെള്ളമായി. കുറച്ചെങ്കിലും താഴ്ന്നുണ്ടോ? ഇല്ല, വെള്ളം ഇങ്ങനെ നിൽക്കുക. ഇന്ന് താഴുമായിരിക്കും. ഇന്നിപ്പോൾ ഒരു വെള്ളം തെളിഞ്ഞ് ആറ്റില്ലേ, ഇന്ന് ഇറക്കി ഇടുമെന്നൊരു പ്രതീക്ഷ ഇരിക്കുന്നു. വീടിനകത്തൊക്കെ എത്ര പൊക്കമായിട്ടോ? വീടിനകത്തൊക്കെ ഒരാൾ വെള്ളമൊക്കെ ഉള്ള വീടുണ്ട്, അരയാൾ വെള്ളമുള്ള വീടുണ്ട്, എല്ലാം ഉണ്ട്. പല ടൈപ്പ്. ഈ ഭാഗത്ത് വണ്ടി ഒന്നും പോകത്തില്ല? ഇല്ല, വണ്ടി പോവുകയില്ല. അങ്ങോട്ട് മാറുന്നതോറും വെള്ളക്കൂടുതലാണ്. ജില്ലയുടെ കിഴക്കൻ മേഖല ഒട്ടൊന്ന് ശാന്തമായെങ്കിലും ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല തന്നെയാണ് എന്നതിൽ മാറ്റമൊന്നുമില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം.